ട്രെയിൻ അപകടങ്ങൾ ഇപ്പോൾ ഒരു നിത്യ സംഭവമാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ അമ്മയും മകളും ട്രെയിൻ മുമ്പിൽ ചാടി മരിക്കുന്ന സാഹചര്യം വരെയുണ്ട്. അങ്ങനെ സ്ഥിരം ട്രെയിൻ അപകടവും ആത്മഹത്യയും ഒക്കെ തന്നെ സ്ഥിരം നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അങ്കമാലി ആലുവ റൂട്ടിൽ ഇത്തരത്തിൽ ട്രെയിനിനുള്ളിൽ കുടുങ്ങിയ രണ്ടുപേരെ രക്ഷിച്ചൊരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഷാലിമാർ എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ആയിരുന്നു ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെന്നുള്ളതാണ്. ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈൻ ഇപ്പം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിയത്? അങ്ങനെ വലിയൊരു അപകടം എങ്ങനെയാണ് ഒഴിവായത്? അത് ആലുവയിൽ നിന്നും അങ്കമാലി സൈഡിലേക്ക് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം. പതിവായി ആൾക്കാർ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവിടെ. നമ്മൾ പതിവ് പോലെ ഹോൺ അടിച്ചു, ഹോണൊക്കെ മുഴക്കി അവർ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ ഹോൺ മുഴക്കി. പക്ഷേ അവർ മാറാനുള്ള ഒരു ശേഷിയില്ല, അവർക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, ആൾ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് നീങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പം ഞങ്ങൾ എമർജൻസി ബ്രേക്ക് ചെയ്തു. ഞാനും എന്നോടൊപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സുജിത് സുധാകരനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എമർജൻസി ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവരെ ഇതിനിടയ്ക്ക് എഴുന്നേറ്റിട്ട് ഒരു 100 മീറ്റർ ഒക്കെ ഒരു 50 മീറ്ററോളം അടുത്തെത്തിയപ്പോഴത്തേക്ക് ഇവർ ട്രാക്കിന് പാരലായിട്ട് വീഴുകയാണ് ചെയ്തത്. രണ്ടുപേരും ഒന്നിച്ച് വീണവരുടെ മേലേക്ക് ട്രെയിനിന്റെ ഫ്രണ്ട് പോർഷൻ വന്ന് അവിടെ ട്രെയിൻ നിന്നു. എമർജൻസി ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ നിന്നത്, അല്ലെങ്കിൽ അവരെ ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. അങ്ങനെ നിന്നതിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി ഇത് നോക്കി, ഇവരെ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ഇവര് ജീവനുണ്ടാകുമെന്ന് ആ സമയത്തും പ്രതീക്ഷയില്ല. കാരണം ഇല്ല, ചിലപ്പോൾ ഏതെങ്കിലും ഇതിന്റെ ആക്സിൽ വീൽ ഏതെങ്കിലും ശരീരത്തിൽ കയറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. ഇറങ്ങി നോക്കുമ്പോഴാണ് അവര് ജീവനോടെ കിടപ്പുണ്ട്, ബോധമുണ്ട്. വിളിച്ചപ്പോൾ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ തനിയെ ഇറങ്ങി വന്നു. അപ്പോൾ 1-2 മിനിറ്റ് അവരവിടെ കിടന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫോൺ എടുത്തു. ഇത് റെയിൽവേയിൽ ഇത് ഇൻഫോം ചെയ്യേണ്ടതുണ്ട്, എന്താ സംഭവിച്ചതെന്ന്, ഇത്രയും ഡിലേ ആയെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളത് ആ സീൻ റെക്കോർഡ് ചെയ്തു. ഒരു ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യണം, എന്താ സംഭവം എന്ന് ഞങ്ങൾ കൺട്രോളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അല്ലാതെ ഇത് വേറെ എന്തെങ്കിലും നമ്മൾ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാനോ ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ ഒരു ക്രെഡിറ്റും നമുക്ക് ആവശ്യമില്ല. അതിനുവേണ്ടിയല്ല, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ ഈ ഉത്തരവാദിത്വം ഇല്ലാതെ ആൾക്കാർ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുക, അലസമായിട്ട് റെയിൽവേ ട്രാക്കിൽ ഇരിക്കുക, ട്രെയിൻ വന്നിട്ട് മാറാതിരിക്കുക, ഇതൊക്കെ നടക്കുന്ന നിത്യ സംഭവമാണ്. അത് ജനങ്ങൾക്കൊരു ബോധവൽക്കരണത്തിന് ഭാഗമായിക്കോട്ടെ എന്ന് ഞാനിത് കരുതുകയാണ്. ഇപ്പോൾ ഈ ട്രെയിൻ ഇവരുടെ ശരീരത്തിന് മുകളിലാണുള്ളത്. ശരിക്കും അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. എങ്ങനെയാണ് അത് രക്ഷപ്പെടുന്നത്? അതെ, അത്യാവശ്യം ഒരു വലിയ ശരീരമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കിടക്കാനുള്ള ക്ലിയറൻസ് ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. വളരെ പതിഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തെ തട്ടാതെ അവർക്ക് രക്ഷപ്പെടാം. ഇത്രയൊക്കെ ഗ്യാപ്പ് ട്രാക്കിന് ഇതിനിടയ്ക്ക് ഉണ്ട്. ട്രെയിനിന്റെ വേഗത കുറയ്ക്കാനും കൃത്യസമയത്ത് സാധിച്ചു. അതെ, കൃത്യമായിട്ട് നമ്മൾ ഇവരുടെ ഒരു ശരീരഭാഷ രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനുള്ള, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. അത് കാരണം നമുക്കറിയാം, അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് പലപ്പോഴും നടന്നില്ല. ഇവർ വീണതുകൊണ്ടാണ്. ആ വീണതും അതിനുള്ള സമയം കിട്ടിയതും ഈ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ട്രെയിൻ നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റ് അങ്ങനെ ട്രെയിൻ നിർത്തി രക്ഷാപ്രവർത്തനം പലപ്പോഴും ചിന്തിക്കാറില്ല. എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് കാരണം? അല്ല, ഇതിന് ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല എന്നല്ല, ചിന്തിക്കുക. നമുക്ക് ആ ഒരു ദൂരവും നമ്മുടെ ട്രെയിനിന്റെ വേഗതയും തമ്മിലുള്ള ഒരു കണക്കൂട്ടലുണ്ടല്ലോ. എമർജൻസി ബ്രേക്ക് ചെയ്താൽ നിർത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, ഒരു ഉറപ്പ്, നമുക്കൊരു ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റ് ചിലപ്പോൾ തെറ്റിപ്പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ട്രെയിൻ നിർത്തണമെന്നില്ല. കാരണം നമ്മൾ മുൻകൂട്ടി നിർത്താൻ ഒരു സ്ഥലം ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും, അങ്ങനെ ഉദ്ദേശിച്ച സ്ഥലമല്ലോ. സ്റ്റേഷനിലോ സിഗ്നലിലോ ഞങ്ങൾ നിർത്തുമ്പോൾ അതിനനുസരിച്ച് ചില പ്രിപ്പറേഷൻ വർക്കുണ്ട്. നമ്മൾ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക, പവർ കട്ട് ചെയ്യുക, പടിപടിയായിട്ട് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരിക. ഇതങ്ങനെയല്ല. എമർജൻസി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് അവിടെ നിൽക്കുമെന്ന്. ഇത് പക്ഷേ ഉദ്ദേശിച്ച ഇവരുടെ മേലെ കയറി നിന്നു എന്നുള്ളൂ. പക്ഷെ അവരുടെ ശരീരം ഇവർ കറക്റ്റ് ഒതുങ്ങി അവിടെ ഭദ്രമായിട്ട് കിടന്നതുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ട്രെയിൻ തട്ടിയില്ല. അങ്ങനെയുള്ള ഇഞ്ചുറി ഒന്നും അവർക്കില്ല. അവരെ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ കണ്ടു, ടോർച്ചൊക്കെ അടിച്ച് അവർ നോക്കി. അവരുടെ ശരീരത്തൊന്നും ഒരു ട്രെയിൻ തട്ടിയിട്ടുള്ള ഒരു ഇഞ്ചുറി ഇല്ല. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ഇത്തരം അപകടങ്ങളും പലരും ആത്മഹത്യയൊക്കെ ചെയ്യാൻ വേണ്ടി ട്രെയിന് തന്നെയാണ് തെരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ അത് പതിവായിട്ട് കാണാറുണ്ടോ നിങ്ങൾ? അതെ, പതിവായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. കോട്ടയത്തെ സംഭവം, ഇപ്പൊ ഇന്നലെ തന്നെ കൊല്ലത്തെ സംഭവം, ഇതൊക്കെ ലോക്കോ പൈലറ്റുമാരുടെ കേൾപ്പിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് പിന്നെയും എത്രയോ കിലോമീറ്ററുകളും എത്രയോ മണിക്കൂറുകളും വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞങ്ങളുടെ മാനസികാവസ്ഥ. ഒരാൾ ട്രെയിനിന് ചാടി തട്ടി അയാൾ മരിച്ചു എന്ന് ഉറപ്പായാൽ പോലും നിങ്ങൾ ട്രെയിൻ വരെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരുമല്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം, യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന പങ്ക്ച്വാലിറ്റി ലോസ്, അവർക്ക് പല ലക്ഷ്യസ്ഥാനങ്ങളിലും എത്താനും അവിടെ ചെന്നിട്ട് ബസ് പിടിച്ചു പോകാനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. വേറെ കണക്ഷൻ ട്രെയിൻ ഉണ്ടാവും, ഫ്ലൈറ്റിന് പോകേണ്ടവരുണ്ടാവും. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മിനിമം ഒരു 2 അവർ ആ വണ്ടി 1.5 മണിക്കൂറെങ്കിലും ഡിറ്റൻഷൻ ഉണ്ടാവും. പോലീസ് വരുന്നു, നടപടി പൂർത്തിയാക്കുന്നു. ഈ ട്രെയിൻ മാത്രമല്ല, ഇതിന് പുറയിലുള്ള ട്രെയിനിന്റെയും പങ്ക്ച്വാലിറ്റി ലോസ് ആവും. അപ്പൊ അത് യാത്ര ചെയ്യേണ്ട ആൾക്കാർ. അങ്ങനെ ജനങ്ങൾക്കും
മറ്റു യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ടാണ്. റെയിൽവേക്ക് അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം. റെയിൽവേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ സേഫ്റ്റി വിഭാഗവും എല്ലാം പരിസരത്തുള്ള ആൾക്കാരെ എല്ലാം കൗൺസിൽ ചെയ്യുന്ന ബോധവൽക്കരിക്കുന്നുണ്ട്. ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്, ഇവിടെ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സൂക്ഷിക്കണം എന്നൊക്കെ. എന്നിട്ട് പോലും ആൾക്കാർ ഇത്തരം റെയിൽവേ ട്രാക്കൊക്കെ വളരെ അലസമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുക, അടുത്ത് പിന്നെ സ്കൂളും കോളേജും ഒക്കെ അടുത്തുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറമായിട്ട് ട്രെയിൻ ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്യുക. നിത്യ സംഭവമാണ്, നടക്കുന്നുണ്ട്. നിങ്ങളെ ഇത്തരം അപകടങ്ങൾ കണ്ടാൽ നിങ്ങളെ നടപടിക്രമം എങ്ങനെ അവരെ അറിയിക്കുക, പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യാറ്? അതായത് ആദ്യം രക്ഷപ്പെട്ട, അതായത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ ഈ സംഭവം നമ്മൾ ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ചിലത് പരിക്കോടുകൂടി രക്ഷപ്പെടുന്ന സംഭവമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ആംബുലൻസോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രെയിൻ മാനേജറുണ്ട് ട്രെയിനിൽ. ഇതിപ്പം ട്രെയിൻ മാനേജർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ട്രെയിൻ നിന്നത്. ട്രെയിൻ മാനേജർ വരും, അതിൽ അവരെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, സ്ട്രെച്ചറുണ്ട്. പിന്നെ ഞങ്ങൾ ആംബുലൻസോ എല്ലാം അറിയിച്ച്, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ അറിയിച്ച് അത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നടപടി ചെയ്യും. ജീവനുണ്ടെങ്കിൽ. ജീവനില്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ നമ്മൾ ഈ വിവരം അടുത്ത സ്റ്റേഷനിലോ അല്ലെങ്കിൽ അറിയിക്കും, സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കും. അവരവിടുന്ന് ലോക്കൽ പോലീസിനെ അറിയിക്കും. അവർ വന്ന് ഈ ബോഡിയുടെ അടുത്ത നടപടികൾ പൂർത്തിയാക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് സാധാരണ നടപടി. ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈനാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലാണ് എന്തായാലും അങ്ങനെ 2 ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ ആലപ്പുഴ.